കോഴിക്കോട് മെഗ്രാലിൽ അവശനിലയിൽ കണ്ടെത്തിയ BLO മരിച്ചു. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ സവാദാണ് കാസർഗോഡ് ജില്ലയിലാണ് സംഭവം. അധ്യാപകൻ സവാദാണ് മരിച്ചിരിക്കുന്നത്. ജോലി സമ്മർദ്ദം മൂലം സവാദ് ജീവൻ ഒടുക്കിയെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്. ഷഫീഖ് നസറുള്ള ചേരുകയാണ്. BLOമാരുടെ മരണം ഇന്ത്യയിൽ എല്ലായിടത്തും വലിയ വാർത്തയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് SARമായി ബന്ധപ്പെട്ടാണ് ഷഫീഖ്. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മരണം? ജോലി സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ജോലി സമ്മർദ്ദം എന്നാണോ ആരോപണം? തീർച്ചയായും ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ വോട്ടർ ലിസ്റ്റുമായി തയ്യാറാക്കുന്ന നടപടികൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കാനുള്ള സമയം ലഭ്യമാകാതെ വന്നു. ഈ ഒരു സമ്മർദ്ദം ഇത്തരത്തിൽ ഉണ്ട്. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി സവാദ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പിന്നാലെ കാണാതാകുന്നു. ആ കാണാതായതിനു ശേഷം നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നടത്തിയ പരിശോധനയിലാണ് ഈ ഇതിനോട് ചേർന്ന് തൊട്ടപ്പുറത്തുള്ള ഈ മൊഗ്രാൽ കടവ് പുഴയിൽ ഈ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അദ്ദേഹത്തെ കരയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സകൾ നൽകിയിരുന്നു. എന്നാൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മോർച്ചറിയിലാണ് ഉള്ളത്. അവിടെ ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ എത്തി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ മൃതദേഹം മറ്റു നടപടിയിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയൂ എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും സൂചിപ്പിക്കുന്നത്. ജോലി സംബന്ധമായ സമ്മർദ്ദം ഉണ്ട്. ഷഫീഖ്, കുറച്ചുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി ഈ BLOയുടെ SARമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഇനി എന്തൊക്കെയായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്? അത് ഏതെങ്കിലും ഇപ്പോൾ നാളെയോ മറ്റന്നാളോ കൊടുക്കേണ്ടിയിരുന്ന അങ്ങനെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വിശദ വിവരങ്ങളുണ്ടോ? തീർച്ചയായും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പുതിയ പേര് ചേർക്കൽ നടപടികൾ പൂർത്തിയാകുന്നുണ്ട്. അത് കൂടുതൽ ഇത്തരം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ BLOമാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വളരെ പെട്ടെന്ന് ആവശ്യപ്പെടുകയും അത് പൂർത്തിയാക്കേണ്ട സമയം ലഭ്യമാവാതെ വരികയും ചെയ്യുന്നുണ്ട് BLOമാർക്ക് എന്ന് BLOമാർ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ ജോലി സമ്മർദ്ദം തന്നെയാണ് ഇങ്ങനെ വലിയൊരു മാനസിക വിഷമത്തിലേക്ക് എത്തിയത് എന്നാണ് ബന്ധുക്കളും അതോടൊപ്പം നാട്ടുകാരും സൂചിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ വന്ന് സംസാരിച്ചതിന് ശേഷം മാത്രമേ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ എത്തി സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ സൂചിപ്പിക്കുന്നതും ഇത്തരത്തിൽ ഒരു മാനസികമായ സമ്മർദ്ദം ഈ BLO ഉണ്ടായിരുന്നു എന്നതാണ്. ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. മുഗ്രാൽപുത്തൂർ കടവത്ത് സ്വദേശിയാണ്. ഈ കടവത്തോട് ചേർന്നിട്ടുള്ള ഒരു പുഴയിലാണ് ഇന്ന് രാവിലെ അവശനിലയിൽ കണ്ടെത്തിയത്. അവിടെ നടത്തിയ തിരച്ചിലിൽ നേരത്തെ 7 മണിയോടുകൂടി ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ പുഴയിൽ ഇങ്ങനെ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടുന്ന് പ്രാഥമിക ചികിത്സകളൊക്കെ നൽകിയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ജോലി സംബന്ധമായ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്.